എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ ഡോക്ടർ രാജു കെ ബേബി. കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കണമംഗൽ കോടതിക്കടുത്ത് താമസിക്കുന്നു. പ്രയർ ക്ലിനിക് എന്ന് പറഞ്ഞ് സ്വന്തമായ ഒരു ക്ലിനിക്ക് നടത്തി വരികയാണ്. എൻ്റെ ചാനലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇന്ന് ഞാൻ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യേക പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതായത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എങ്ങനെ ഗർഭധാരണം തടയാം എന്നുള്ള ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഇന്ന് പിൽസിനെ കുറിച്ചിട്ടാണ്. ഫ്ലെമിലോൺ, ഇങ്ങനെയുള്ള ട്രിവലോൺ, ഇങ്ങനെയൊക്കെയുള്ള ചില മരുന്നുകളുണ്ട്. അത് നിങ്ങൾ മാസമുറയുടെ 3-ാം ദിവസം മുതൽ തുടങ്ങണം. 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ തുടർന്നതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാവും. അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് 5-ാം ദിവസം തുടങ്ങിയാലും മതി. അപ്പോൾ ഇങ്ങനെ ഇത് ഗർഭധാരണം അതിൽ 1 വർഷമോ 2 വർഷമൊക്കെ ഉപയോഗിക്കാം. അതുകൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. പക്ഷെ ചിലർക്ക് ഈ ഗർഭധാരണം നിരോധിക്കുന്നതിന് വേണ്ടി ഈ പണ്ട് ഗവൺമെൻറ് മാലായൻ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അത് ഇപ്പോൾ അവൈലബിൾ ആണോ എന്നുള്ളത് വളരെ അവൈലബിൾ അല്ല. എന്നാൽ ഇതൊരു നല്ല മെത്തേഡാണ്. ഇത് ചില സമയത്ത് മെൻസ്ട്രേഷൻ ഇറഗുലർ ആക്കുകയൊക്കെ ചെയ്യും. അത് നമുക്ക് കാര്യമാക്കേണ്ട, അതെല്ലാം നോർമൽ ആയിക്കോളും. പിന്നെ ചില സമുദായങ്ങൾ ഈ കോൺട്രാസെപ്റ്റീവ് ഉപയോഗിക്കുന്നതിന് വളരെ എതിരായിട്ടുള്ള ചില സമുദായങ്ങളുണ്ട്. അങ്ങനെയുള്ളിടത്ത് നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ഉപയോഗിക്കാം. നിങ്ങൾ അടുത്ത പ്രൈമറി ഹെൽത്ത് സെൻ്ററിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കോളേജിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ഇടാം. അത് 1 വർഷത്തോളം ഉപയോഗിക്കാം. അത് അവിടെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗർഭധാരണം ഉണ്ടാകുകയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയേണ്ടത് ഈ സേഫ് പീരീഡ്, അത് ചില സമുദായങ്ങളത് വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മെൻസസ് തുടങ്ങി ഏതാണ്ട് 10 ദിവസത്തേക്ക് നിങ്ങൾ സേഫാണ്. നിങ്ങൾ ഈ സമയത്ത് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുഴപ്പമൊന്നും വരത്തില്ല. അതുപോലെ ഇത് 28 ദിവസം അല്ലെങ്കിൽ 30 ദിവസത്തെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ സൈക്കിൾ വരുന്ന ആൾക്കാരെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടാണ് ഇത് പറയണത്. 7 ദിവസം മുമ്പ്, അതായത് അടുത്ത ബ്ലീഡിങ് വരുന്നതിന് 7 ദിവസം മുമ്പ് മുതൽ ഇങ്ങോട്ടുള്ള ദിവസങ്ങളും സേഫാണ്. പക്ഷേ ഇത് പലപ്പോഴും വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ കോണ്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പങ്കാളി കോണ്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഗർഭിണി ആവത്തില്ല. അത് ഗ്യാരണ്ടീഡാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോണ്ടത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. പിന്നെ മറ്റു ചില മെത്തേഡുകളെന്ന് ഫീമെയിൽ കോണ്ടം എന്നാണ്. ഈ ഫീമെയിൽ കോണ്ടത്തെക്കുറിച്ച് കുറേ ലിറ്ററേച്ചറൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഫീമെയിൽ കോണ്ടം ഇന്ന് കേരളത്തിൽ അവൈലബിൾ അല്ല. അതുപോലെ സെർവിക്കൽ ക്യാപ്പ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വജൈനൽ റിങ്സ് അതൊന്നും ഇപ്പം കേരളത്തിൽ ഇല്ല. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഈ ഒന്നുകിൽ ഗുളിക എടുക്കുക അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഇടുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ കിട്ടും. അത് 3 മാസത്തിൽ ഒരിക്കലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗർഭം ധരിക്കത്തില്ല. അങ്ങനെ ആ ഇഞ്ചക്ഷൻ 3 മാസം ഡിപ്പോട്ട് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, പ്രൊജസ്ട്രോണിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഗർഭധാരണം ഉണ്ടാക്കത്തില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെയെല്ലാം ദമ്പതികളുടെ ആ ചോയ്സിന് നമ്മൾ വിട്ടിരിക്കുകയാണ്. അതുപോലെ വേറൊരു ഇതുണ്ട്, ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. എന്ന് വെച്ചാൽ ശുക്ലം വജൈനയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അത് പുറത്തേക്ക് എടുക്കുക. അങ്ങനെ ഒരു ചിന്ത, അത് മാനുഷികമായത് പോസിബിൾ ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില മാർഗങ്ങളുണ്ട്. പിന്നെ എമർജൻസി കോൺട്രാസെപ്റ്റീവ്, ആരുമായിട്ടെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് അത് ഓവുലേഷൻ പീരീഡ് ആണെങ്കിൽ ഗർഭം ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഐ പിൽ എന്ന് പറയുന്ന പില്ല് കിട്ടും. അത് 48 മണിക്കൂറിനകം അല്ലെങ്കിൽ എത്രയും വേഗം നിങ്ങളത് കഴിക്കുക. ഇതൊന്നും അറിയാതെ 5 മാസം ഗർഭിണിയായി MDP ചെയ്യണമെന്ന് വരുന്ന സ്ത്രീകളുമുണ്ട്.
ജീവിതത്തിൽ വിവരവും വിദ്യാഭ്യാസവും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമാണ്. 5 മാസം ഗർഭിണിയായിട്ട് ഇത് ഒരിക്കലും അറിയാതെ, ഈ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽ എന്താണെന്നുള്ളത് അറിയാതെ ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ച് എനിക്ക് അവരെ കുറിച്ച് വിലപിക്കാനേ പറ്റത്തുള്ളൂ. അതിനുശേഷം പിന്നെ അബോർഷൻ ചെയ്യുന്നത് വലിയ പ്രയാസമാണ്. ഇപ്പോൾ ഒരു 9-10 വീക്ക് വരെ നമുക്ക് MDP ഒക്കെ ചെയ്ത് മെഡിക്കലായിട്ട് ചെയ്തെടുക്കാം. മെഡിക്കൽ മെൻസ്ട്രൽ റെഗുലേഷൻ വഴി എടുക്കാം. അതിനുശേഷമാണെങ്കിൽ ചില സർജിക്കൽ പ്രൊസീജിയർ വഴി എടുക്കാം. സെർവിക്കൽ ഡയലറ്റേഷൻ വഴി നമുക്ക് എടുക്കാം. എന്നാൽ ഈ 5 മാസം 6 മാസമൊക്കെ ആയപ്പോഴാണ് ഞങ്ങളിതിൽ അറിയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങളെ കാണുന്ന ഡോക്ടർക്കും ബുദ്ധിമുട്ട്. ഇതിനെല്ലാം എതിരെ നിയമവശങ്ങളുമുണ്ട്. ചിലതും കോടതിയിൽ ഉത്തരവ് വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ സമൂഹത്തോട് ബന്ധപ്പെട്ടിരിക്കുക. അറിയാത്ത കാര്യങ്ങൾ ഗൈനക്കോളജിസ്റ്റ് കണ്ട് ചോദിക്കുക, അല്ലെങ്കിൽ പരിചയമുള്ള ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾ ചോദിക്കുക, ഇതൊക്കെ എങ്ങനെയുണ്ട്, ഇതൊക്കെ സേഫ് ആണോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സമൂഹത്തിൽ നടക്കുന്നതായിട്ടുള്ള സ്പന്ദനങ്ങൾ അത് വീട്ടിൽ കുത്തിയിരുന്ന് നടക്കത്തില്ല. ഇടയ്ക്ക് വെളിയിലൂടെ ഇറങ്ങിയാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതൊരു കാര്യം. ഞാനിപ്പോൾ എമർജൻസി കോൺട്രാസെപ്റ്റീവിൽ പിന്നെ ഗർഭം ധരിച്ചതായിട്ടുള്ള ആൾക്കാർ, അതായത് ഒരിക്കൽ ഗർഭം ധരിച്ചു, പിന്നെ അവർക്ക് 2 പ്രാവശ്യം ഗർഭിണിയായി, പിന്നെ അവർക്ക് PPS ചെയ്യാം, അതായത് പോസ്റ്റ് പാർട്ടം സ്റ്റെറിലൈസേഷൻ. അത് ഓൺ ദ ടേബിൾ തന്നെ ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നീട് ഒരു സമയത്ത് നിങ്ങൾക്ക് കുട്ടികൾ വേണ്ടാന്നുള്ളത് നിങ്ങൾക്ക് ഓപ്ഷനാണ്. അത് ലാപ്രോസ്കോപ്പിക്ക് വഴി റിങ് ഇടാം അല്ലെങ്കിൽ ലൈഗേറ്റ് ചെയ്യാം. ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ഗർഭധാരണം ഇല്ലാതാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ പോകാനായിട്ട് ഉപയോഗിക്കാം. എപ്പോഴും ഈ 2 കാര്യങ്ങൾ, അതായത് ഒന്നുകിൽ സേഫ് പീരീഡും കോണ്ടോം കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിൽസ് ഉപയോഗിക്കുന്ന സമയത്ത് കോണ്ടോം ഉപയോഗിക്കണമെന്നില്ല. പക്ഷെ കോണ്ടോം എപ്പോഴും സേഫാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പലവിധമായിട്ട് രോഗങ്ങളോ എന്തെങ്കിലും മറ്റ് സ്ത്രീകൾക്കുണ്ടെങ്കിൽ അത് നിനക്കൊന്നും കയറി പിടിക്കാതിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഗർഭനിരോധന മാർഗങ്ങൾ. കല്യാണം കഴിച്ചു 10 മാസമായി, 10 മാസം പെട്ടെന്നായി, അങ്ങനെ വരുന്നവരാണ് ഭൂരിഭാഗം. പക്ഷേ നമ്മുടെ സാമ്പത്തിക നിലയും കൂടെ തുറക്കണം. അത് വേറെ ഞാൻ എപ്പിസോഡിലിടാം. സാമ്പത്തിക നിലവാരം കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം. ഒരു കുട്ടിയെ വളർത്താനുള്ള കഴിവ് നമുക്കുണ്ടോ? ഒരു കുട്ടി വീട്ടിൽ വന്നാൽ അതൊരു നല്ല സന്തോഷമായിട്ടുള്ള കാര്യമാണ്. എന്നാളിതിനെ വയ്ക്കാൻ അല്ലെങ്കിൽ വളർത്താൻ, വേറൊരാളെ ആക്കാൻ, അതിനെ കൊണ്ട് പാല് കുളിപ്പിക്കാൻ, അതിനെ കൊണ്ട് പാല് കുടിപ്പിക്കാൻ ഒക്കെ ഉള്ള ഒരു സാമ്പത്തിക അടിസ്ഥാനമുണ്ടോ എന്നും കൂടെ ഈ സാമൂഹ്യ വശം കൂടെ ചിന്തിച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അല്ലാതെ കല്യാണം കഴിച്ചു, 9 മാസം കൊണ്ട് ഗർഭിണിയായി, പിന്നെ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം, അത് ഇരട്ടയായി. ചിലർക്ക് ഇതാണ്, അത് ആദ്യം 2 ഇരട്ടയായിരുന്നു, പിന്നെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഡോക്ടർക്കും ബുദ്ധിമുട്ട്, ഇതൊക്കെ സഹിക്കുന്നവർക്കും ബുദ്ധിമുട്ട്. ഇതാണ് നമ്മുടെ ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ചിട്ടുള്ള കഴിവ്. എൻ്റെ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും, നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇത് ലൈക്ക് ചെയ്താൽ എനിക്കിഷ്ടമാണ്. അതുപോലെ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇത് ഷെയർ ചെയ്ത് ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് വിനീതമായി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്.